നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴ പട്ടണം ശുചീകരണ പ്രവർത്തനങ്ങളിൽ കൂടി അടിമുടി മാറുകയാണ്. അടുത്ത നാളിലെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ടൗൺ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുനിസിപ്പൽ ചെയർമാൻ ഇന്നലെ പ്രത്യേക മീറ്റിംഗും വിളിച്ചു. എന്നാൽ തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വേണ്ടത്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അവിടുത്തെ ടോയ്ലറ്റിൽ നിന്നും ഉള്ള ടാങ്ക് പൊട്ടി മലിനജലം സ്റ്റാൻഡിന്റെ ഉള്ളിൽ കൂടെ ലീക്ക് ചെയ്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാൽനടക്കാരും മറ്റും ഇതിനകത്തുകൂടി ചവിട്ടി വേണം ബസ്സിൽ പ്രവേശിക്കാൻ. ടോയ്ലറ്റിൽ നിന്നും ഉള്ള അടിയിൽ കിട പോയിരിക്കുന്ന പൈപ്പ് പൊട്ടി വരുന്നതാണെന്നാണ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും പറയുന്നത്. ആയിരക്കണക്കിന് ജനം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും മെയിൻ്റനൻസ് വർക്കുകളും ചെയ്യണമെന്ന് ഈ മെയ് ദിനത്തിൽ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നു മാത്രം. നാട് മുഴുവനും മഞ്ഞപ്പിത്തം പടർന്നു പന്തലിക്കുന്നു എന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതുവരെ ജനങ്ങൾ കൂടി നടക്കുന്ന സ്ഥലത്തുകൂടി ഒഴുകി പോകുന്നത്. അതും തൊടുപുഴയിൽ ഏറ്റവും കൂടുതൽ ജനം കൂടുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഈ സംഭവം. വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ ചെലുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നാട്ടുരാജ്യം ന്യൂസ്.